പേര് ചോദിച്ചോ? പേര് ചോദിച്ചോ ചേച്ചീൻ്റെ? മോൻ്റെ പേര് ആദികേശ്. കേശു എന്നാണ് വിളിക്കുക ഞങ്ങളെല്ലാവരും. പിന്നെ 9 വയസ്സായി മോന്. ഇവിടെ ഫറൂഖ് നല്ലൂർ GG UP സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ കോഴിക്കോട് ഫറൂഖിലാണ് ഞങ്ങളെ വീട്. മോന് ചെറുതാകുമ്പോഴേ എനിക്കൊന്ന് ഒരു അംഗനവാടിയിലൊക്കെ പോകുന്ന സമയമാകുമ്പോഴേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊട്ടി കളിക്കുമായിരുന്നു. പാത്രത്തിൻ്റെ മുകളിലും ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊട്ടും. പിന്നെ മേശ, സ്റ്റൂള് അങ്ങനത്തെ മുകളിലൊക്കെ ഇങ്ങനെ കൊട്ടി കളിക്കുമായിരുന്നു. ചിത്രം വരയ്ക്കും, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചതാണ്. ഇപ്പോൾ പിന്നെ ക്ലാസ്സിനും പോകുന്നുണ്ട്. മോൻ്റെ സ്കൂളിൽ തന്നെയുള്ള ഷെരീഫ ടീച്ചർ അടുത്താണ് ക്ലാസ്സിന് പോകുന്നത്. പിന്നെ ഡ്രംസിന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പഠിപ്പിക്കാൻ ഒരു കുട്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലൻ ഭാസ്കറുടെ അടുത്തുള്ളൊരു കുട്ടിയാണ്. സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റൊക്കെ കിട്ടിയ കുട്ടിയാണ്. അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രംസ് പഠിപ്പിക്കാനായിട്ട്. കൈ വെച്ചിട്ട് ഇങ്ങനെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടാണ് കൊട്ടുന്നത്. പിന്നെ കുറേ കൈ കഴിക്കുമ്പോൾ പിന്നെ കൈൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് കെട്ടി വെച്ചിട്ടൊക്കെ കൊട്ടും. എന്നാലും കൊട്ട് നിർത്തൂല. കൈ കഴിഞ്ഞാൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടേ നിൽക്കും. എൻ്റെ ഫാമിലി ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ടതായിരുന്നു ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ. വെറുതെ ഉത്സവത്തിനൊക്കെ വാങ്ങുന്ന ചെണ്ട, കളിക്കുന്ന ചെണ്ടയില്ല, അതും പാത്രത്തിലൊക്കെ ഇങ്ങനെ കൊട്ടുന്ന ഒരു വീഡിയോ ഞാൻ ഫാമിലി ഗ്രൂപ്പിലിട്ടപ്പം എൻ്റെ കസിനുണ്ട് അമ്പിളി വിജയൻ, ചിത്രകാരിയാണ് ചേച്ചീൻ്റെ ഫ്രണ്ടാണ് ദേവരാജ്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തപ്പം പിന്നെ ഇവനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെയായി. അങ്ങനെ പറഞ്ഞ് അപ്പോൾ ദേവേട്ടൻ്റെ ഫ്രണ്ട് നവീൻ ദാസ് എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്. ഏട്ടനും കൂടെ ചേർന്നിട്ടാണ് ഇത് ഡ്രംസ് വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിർമ്മൽ പാലാഴിയും കൂടെ വന്ന് മോന് കൈമാറിയതാണ്. 7ാം മാസം പ്രസവിച്ചിട്ടുണ്ട്. ജനിച്ച സമയത്ത് തന്നെ കാലിനും കൈക്കും ഇങ്ങനെ വയ്യാത്ത പ്രശ്നവും പിന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. 2 മാസം കഴിഞ്ഞപ്പോഴാണ് പാലൊക്കെ വലിച്ചു കുടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ICUയിൽ തന്നെയായിരുന്നു, 2 മാസത്തോളം ICUയിലായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നു ഡോക്ടർമാർ. എന്നാലും പിന്നെ എന്തൊക്കെയോ ദൈവഭാഗ്യത്തിന് എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ കുറേ സർജറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മോന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർക്ക് കേശുവിന് ചില പരിമിതികളുള്ളതായിട്ട് തോന്നും. പക്ഷേ ഞങ്ങൾക്കാർക്കും കേശുവിന് ഒരു പരിമിതി ഉള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ആകെ 36 കുട്ടികളാണ്. 35 കുട്ടികളെ പോലെ തന്നെയാണ് എനിക്ക് കേശു. ക്ലാസ്സിൽ മിടുക്കനാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഡെസ്കിൽ അവൻ്റെ താളം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വെറുതെ മക്കളെ ഒന്ന് പടം വരയ്ക്കല്ലേ ചോദിച്ചപ്പോൾ മോനെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിൽ കുറച്ച് ട്രൈ ചെയ്തു. അപ്പം നന്നായിട്ട് എക്സിബിഷൻ വരെ ചെയ്തു കേശു. എല്ലാ കുട്ടികളും അവർക്കറിയാവുന്നത് മാത്രം ചെയ്ത് ശീലിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് അവൻ്റെ ഓരോ പ്രകടനം. സ്പോർട്സിലൊക്കെ ആ വയ്യാത്ത ആ കാലിന് അവൻ്റെ ആ പോരായ്മ അവൻ തിരിച്ചറിഞ്ഞിട്ടും അവന് ഓടണം എന്നുള്ള അവൻ്റെ ആ വാശിക്ക് മുന്നിൽ നമുക്ക് നമിച്ചേ പറ്റും.